സത്യം പറഞ്ഞാല് കയ്യിന്ന് പോയി വന്നേ. നമ്മളെങ്ങനെ പോണ പോലെ ദുബായ്. അതെവിടെ സ്ഥലം? ദുബായിയുടെ ഹൃദയഭാഗം. ഓക്കെ. അവിടെ എന്താ സാധനം? മൂപ്പരൊരു സൈറ്റ് വെക്കാൻ പോണ്. ചുമ്മാ മൂപ്പരൂടെ ഞങ്ങളും പോണ്. ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. ആയിക്കോട്ടെ. അല്ല ഇതെന്താ റോസാപ്പൂവിന്റെ രസം ഇവിടെ വെച്ചേ? റോസാപ്പൂ ബാക്കിലുണ്ട്. അതുപോലെ കുടുംബഭാരം, ജീവിതഭാരമാണ് ഞാൻ ഓരോ റിസോർട്ടിനെ ഉപമിക്കുന്നത്. ഞാൻ വിചാരിച്ചത് എനിക്ക് ഭാര്യക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചതാണ്. ഭാര്യക്ക് കൊടുത്ത അലർജിയുടെ പൊടി പിടിച്ചിട്ട് പിന്നെ അതിന് വേറെ ചെലവല്ലേ? കുടുംബജീവിതം കൂടുതൽ ദുഷ്കരമാക്കുന്നത്. അതിഗംഭീരമായ സൈറ്റാണ്. ദുബായ് മ്യൂസിയമാണ്. ഇതൊക്കെ വരും, എന്തായാലും വരും. ഇത് ഞാൻ വഴക്കുണ്ടാക്കുന്നത്. കുറെ നേരമായിട്ട് ചായ കാത്തിരിക്കുകയാണ്. ഇവിടെയുള്ള ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൽ നിറച്ച് വലിയ വലിയ വണ്ടികൾ കാണാനുള്ളതുകൊണ്ട് വണ്ടി നോക്കിയിരിക്കാം. അങ്ങനെ ചായ വന്നു. ഏറെ കാത്തിരുന്നിട്ടാണെങ്കിലും ചായ എത്തി. ഇതാണ് നമ്മുടെ ചായ. സെറ്റല്ലേ? ചായ സെറ്റാണ്. ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഇൻഫിനിറ്റി ബ്രിഡ്ജ്. നമ്മളിപ്പോ ഈ പോണ റോഡില് ഇതിന്റെ സൈഡിലായിട്ട് കപ്പലും കടലൊക്കെ ഉണ്ടായി. സൈഡിൽ കാണുന്നുണ്ടല്ലേ ഈ ടാങ്ക് പോലത്തെ സംഭവങ്ങള്. ഇതെന്തോ പണ്ട് ധാന്യങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിരുന്നാണെന്നാണ് ആ ചേട്ടൻ പറയണത്. അതെ ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ദുബായ് മ്യൂസിയം. പഴയത് പൊളിച്ചിട്ട് പുതിയത് ഇതിന്റെ കൺസ്ട്രക്ഷൻ അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു സൈറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. പക്ഷെ ഫെബ്രുവരി ഒക്കെ ആവും എന്നാ പറഞ്ഞത്. ഇതിന്റെ കംപ്ലീറ്റ് കഴിഞ്ഞ് അല്ലേ? ഫെബ്രുവരി മാർച്ചൊക്കെ ആവും എന്ന് പറഞ്ഞത്. ഏതായാലും അവിടെയാണ് ഇപ്പൊ നമ്മളുള്ളത്. കാണുന്നതാണ് ദുബായ് മ്യൂസിയം. ഇത് പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ താൽക്കാലികമായിട്ട് ഉള്ളതാണ് ഷെഡ്. ഈ ഒരു സാധനം പൊളിച്ചു മാറ്റി ഇങ്ങോട്ടേക്കും വരുന്നുണ്ട് കൺസ്ട്രക്ഷൻ. അങ്ങനെ സൈറ്റൊക്കെ നോക്കി കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ മടങ്ങുകയുണ്ട്. മടക്കയാത്രയിൽ കുളിർമയിരുന്ന പല കാഴ്ചകളും ഞങ്ങൾ കണ്ടു. അതെ അതെ അതെ. പക്ഷെ ഇതിന്റെ ഒരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല് അറേബ്യൻ നാട്ടിലെ ക്ഷേത്രങ്ങളും പൗരാണിക നഗരങ്ങളും എല്ലാം നമ്മൾ കണ്ടു. അപ്പൊ ഇവിടുത്തെ അടുത്ത കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാം കോമഡിയാണ്. അതെ, ലൈറ്റ് വളരെ ജീവിതം ട്രാജഡി ആണെങ്കിലും ബാക്കിയൊക്കെ കോമഡി എന്ന് പറയുന്നത് അജിഷയുടെ. അപ്പൊ ഇവിടുത്തെ അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ലൈറ്റ് വളരെ കുറവായതുകൊണ്ട് ക്വാളിറ്റിയിൽ നല്ല ഡ്രോപ്പ് ഉണ്ട്. ബാക്കിൽ നല്ലൊരു ട്രാഫിക്കിന്റെ ബ്ലോക്കിന്റെ ഇടയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഏകദേശം എത്ര മണിയാവും? ഏകദേശം 8 മണിയാവാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നു ഡ്രൈവ് ചെയ്യണത്? സ്പൾബർഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ചൂണ്ടിക്കാട്ടി അതാണ് എന്ത് വീട് എവിടെ വെച്ചപ്പോ ഇത് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഒരു തുറന്ന പാതയിലേക്കാണ്. ഷിൻഡക. നാല് ഭാഗം വെള്ളത്താൽ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു തുരങ്കമാണിത്. കടലിൽ പുരാതന കാലത്ത് അറബി മനുഷ്യർ പണിത കടലിനടിയിലുള്ള ഒരു പാതയാണ്. അതായത് നമ്മൾ വന്നത് ഇതിന്റെ മേലെ കൂടെയുള്ള പാതയിൽ കൂടെയാണെന്നാണ് അജീഷേട്ടൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ താഴത്തെ കൂടെ അല്ലേ? സംഭവം ഒരു ക്രീക്കാണ്. അപ്പോൾ അതാണ് ഈ പറയണത്. അപ്പോൾ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോയിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. ശരി എന്നാൽ.